യോഗം ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു തീരുമാനം പാർട്ടി നേതൃത്വം അറിയിക്കും. ഹൈക്കമാൻഡ് തീരുമാനിച്ചു, പാർട്ടി നേതൃത്വം തീരുമാനം അറിയിക്കും. ഈ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പലപ്പോഴും വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്നവരാണല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു, ഫ്ലെക്സുകൾ വെക്കുന്നു, ശക്തി പ്രകടനങ്ങൾ, ഇതിനോടൊക്കെ അല്ല, കേരളത്തിൽ ആകമാനം ജനങ്ങൾ ആഗ്രഹിച്ചൊരു വലിയ റിസൾട്ട് ഉണ്ടായിരിക്കുകയാണ്. UDF അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. UDF അധികാരത്തിലേക്ക് തിരികെ വരണമെന്ന് കേരളത്തിലെ മുഴുവൻ ആപാലവൃദ്ധം ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. അത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടായി ഏതാണ്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ന് പാർട്ടി ഔദ്യോഗികമായി ഇപ്പോൾ ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷമുള്ള തീരുമാനങ്ങൾ അറിയിക്കും. അതിൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വെട്ടിത്തുറന്ന് പറയേണ്ട ഒരു ഘട്ടമല്ല. ഇത് ഇപ്പോൾ പൊതുവിൽ എല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും കൂടി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ സംസാരിച്ചതുപോലെയല്ല, ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഘട്ടങ്ങളിൽ സംഘടന സംസാരിക്കേണ്ടതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉചിതമായ തീരുമാനം നേതൃത്വം എടുക്കും. നേതൃത്വം തന്നെയാണ് എല്ലാ കാലത്തും എടുക്കാറില്ല. അപ്പോൾ തീരുമാനം എടുക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴി അറിയിക്കുന്നതാണ്. ശരി, താങ്ക് യു.